ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 61-ാമത്തെ ശ്ലോകം നോക്കാം. പതിനാ തത്കൃതം സർവം പുത്രരക്ഷണഹേതവേ പുത്രസ്യ ധുന്ധുകാരീതി നാമമാത്രാ പ്രതിഷ്ഠിതം. പതിനാ തത്കൃതം സർവം പുത്രരക്ഷണഹേതവേ. നോക്കൂ, ധുന്ധുലി ഇത്രയൊക്കെ പറഞ്ഞെല്ലാം അങ്ങോട്ട് ബോധ്യപ്പെടുത്തി കൊടുത്തു. തങ്ങളുടെ ഉണ്ണിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് താൻ പറയുന്നത് എന്നുള്ള ഭാവം. അതേസമയം ഇപ്പുറത്ത് തൻ്റെ ദോഷബുദ്ധിയെ നന്നായി മറച്ചു വെച്ചുകൊണ്ട് ആ ധുന്ധുലി സംസാരിച്ചത്. പക്ഷേ ആത്മദേവൻ എന്ന ബ്രാഹ്മണൻ ഒന്നും മനസ്സിലാക്കാതെ പതിനാ തത്കൃതം സർവം പുത്രരക്ഷണ ഹേതവേ. പതിനാ തത്കൃതം, ആ പതിയാൽ, തത്കൃതം, ആ ധുന്ധുലി പറഞ്ഞതുപോലെയൊക്കെ സമ്മതിച്ച് അങ്ങനെ തന്നെ ചെയ്തു. എന്തിനാ? സർവം പുത്രരക്ഷണ ഹേതവേ, തൻ്റെ ഉണ്ണിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. തൻ്റെ ഉണ്ണിക്ക് ഇനിയും പാല് കിട്ടാതെ ഉണ്ണി എങ്ങനെ ജീവിക്കും എന്നുള്ള ആ ഒരു ചിന്ത. അതുകൊണ്ട് തൻ്റെ പ്രിയ പത്നി പറഞ്ഞതൊക്കെ അപ്പാടെ കേട്ടു. വളരെ സ്നേഹനിധിയായിട്ടുള്ള അമ്മയാണല്ലോ ധുന്ധുലി എന്ന് ആ ബ്രാഹ്മണൻ ഓർത്തു. നോക്കൂ, ആ ഉണ്ണിയുടെ വളരുന്ന ആ ഒരു സംസ്കാരം പോലും തങ്ങളുടെ ശ്രേഷ്ഠമായിട്ടുള്ള സജ്ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി വർത്തിക്കുന്ന ആ ഒരു ലോകത്തിൻ്റെ തന്നെ നന്മയെ ആഗ്രഹിക്കുന്ന ആ ഒരു സംസ്കാരത്തിൽ തന്നെ വളരണമെന്ന് ആ അമ്മയും ആഗ്രഹിക്കുന്നുവല്ലോ എന്ന് ആത്മദേവന് വളരെ സന്തോഷം തോന്നി, അഭിമാനം തോന്നി. അതുകൊണ്ട് തൻ്റെ പ്രിയപത്നി പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്തു. ഈ ഉണ്ണി നന്നായി വളരട്ടെ, ആ ഉണ്ണിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നിത്യവും അവിടെ ആ സഹോദരി വന്ന് പാല് കൊടുത്ത് പോകുവാൻ തുടങ്ങി. അങ്ങനെ ആ ഉണ്ണി കുറച്ചൊന്ന് വളർന്നപ്പോൾ പുത്രസ്യ ധുന്ധുകാരീതി നാമമാത്രാ പ്രതിഷ്ഠിതം. പുത്രസ്യ, പുത്രന്, ധുന്ധുകാരീതി, ധുന്ധുകാരി ഇതി, ധുന്ധുകാരി എന്ന നാമമാത്രാ പ്രതിഷ്ഠിതം, പേരും വെച്ചു. നാമമാത്ര, അങ്ങനെ ഒരു പേര് അങ്ങോട്ട് പ്രതിഷ്ഠിതം, പേര് വെച്ചു എന്ന് പറഞ്ഞാൽ ഉണ്ണിക്ക് പേരിട്ടു. എന്താ? ധുന്ധുകാരി. ധുന്ധുലിയുടെ പുത്രനായിട്ട് ധുന്ധുകാരി അങ്ങനെ വളർന്നു. ഇപ്പോൾ 28-ാം പക്കമായി നോക്കൂ. അതായത് ഇവിടെ പ്രസവിച്ചു എന്ന് ബ്രഹ്മദേവൻ അറിഞ്ഞതിൻ്റെ 28-ാം പക്കം, തൻ്റെ ഉണ്ണിക്ക് നാമകരണം ചെയ്യുന്ന ദിവസമായപ്പോൾ. പക്ഷെ അപ്പോഴേക്കും ഉണ്ണി ഇവിടെ 6 മാസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതായത് 7-ാമത്തെ മാസമായി. ഇതൊന്നും അറിയാതെ ചതിയിൽപ്പെട്ട ആ ബ്രഹ്മദേവൻ തൻ്റെ ഉണ്ണിക്ക് താൻ അറിഞ്ഞ് പ്രസവിച്ച 28-ാമത്തെ ദിവസം ആ ഉണ്ണിക്ക് പേര് വെച്ചു. ധുന്ധുലിയുടെ പുത്രനായതുകൊണ്ട് ധുന്ധുകാരി എന്ന പേരും വെച്ചു. എല്ലാം തൻ്റെ പ്രിയ പത്നി പറഞ്ഞതുപോലെ എല്ലാം ആ ബ്രാഹ്മണൻ അനുസരിക്കുകയും ചെയ്തു, തൻ്റെ പുത്രൻ്റെ രക്ഷയ്ക്കായിക്കൊണ്ട്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. പതിനാ തത്കൃതം സർവം പുത്രരക്ഷണഹേതവേ പുത്രസ്യ ധുന്ധുകാരീതി നാമമാത്രാ പ്രതിഷ്ഠിതം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പുത്രരക്ഷണഹേതവേ, അതൊക്കെ എളുപ്പമുള്ളതല്ലേ. ധുന്ധുകാരീതി, അവിടെ ധുന്ധുകാരി ഇതിയാണ്. അപ്പോൾ ഈ കാരം നീട്ടിയെടുക്കുക. ബാക്കി എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് 62-ാമത്തെ ശ്ലോകമാണ്. ത്രിമാസേ നിർഗതേ ചാഥ സാധേനു സുഷുവേർഭകം സർവാംഗസുന്ദരം ദിവ്യം നിർമ്മലം കനകപ്രഭം. ഇനിയുമാണ് ആ സന്യാസിയുടെ വാക്കുകൾ ഇതാ ഇവിടെ അർത്ഥവത്താകാൻ പോകുന്നത്. ത്രിമാസേ നിർഗതേ, 3 മാസം കഴിഞ്ഞപ്പോൾ പുറത്തു വന്നു. നമ്മളിനിയും കഥയുടെ പിന്നാമ്പുറത്തേക്ക് ഒന്നുകൂടി കണ്ണോടിക്കുക. ആ ഫലം ഇവിടെ ധുന്ധുലി കഴിക്കാതെ സഹോദരിയുടെ നിർദ്ദേശപ്രകാരം കൊണ്ടുപോയി പശുവിന് കൊടുത്തുവെന്ന് പറഞ്ഞു. അങ്ങനെ പശുവിന് കൊടുത്ത് ആ ഫലം ഭക്ഷിക്കാതെ ഇരുന്ന ധുന്ധുലിയുടെ സഹോദരി അപ്പോൾ ഗർഭിണിയായിരുന്നതുകൊണ്ട് തന്നെ ആ ഗർഭിണിയായ ധുന്ധുലി പ്രസവിച്ച് 6 മാസം കഴിഞ്ഞിട്ടാണ് ഇവിടെ ഉണ്ണിയെ കൊണ്ടുവരുന്നത്. അതിനുശേഷം ഒരു 3 മാസവും കൂടെ കഴിഞ്ഞിരിക്കുന്നു.
എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 9 മാസത്തെ കാലയളവായി ആ പഴം ഭക്ഷിക്കാൻ കൊടുത്തിട്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഉണ്ണിക്ക് 28 ആയിരിക്കുന്നു. 3 മാസവും കൂടി കഴിഞ്ഞപ്പോൾ 3 മാസം കൂടി കഴിഞ്ഞപ്പോൾ നിർഗതേചാഥ പുറത്തു വന്നു. ആര്? സാധേനു ആ പശുവിൽ നിന്നും പുറത്തു വന്നു. ആ പഴം ഭക്ഷിച്ച പശുവിൽ നിന്നും പുറത്തു വന്നു. സുഷുവേർഭകം വളരെ സുന്ദരനായിട്ടുള്ള ഒരു അർഭകം ഉണ്ണി, ഒരു മനുഷ്യ കുഞ്ഞാണിവിടെ പുറത്തു വന്നത്. ആ പശു പ്രസവിച്ചത് ഒരു മനുഷ്യ കുഞ്ഞിനെയാണ്. വളരെ സുന്ദരനായിട്ടുള്ള സർവാംഗ സുന്ദരം, അതായത് അംഗലക്ഷണങ്ങളൊത്ത സുന്ദരനായ ഒരു ഉണ്ണിയെ പ്രസവിച്ചു. കഴിഞ്ഞില്ല. ദിവ്യം നിർമ്മലം കനകപ്രഭം, ദിവ്യനായിരുന്നു ആ ഉണ്ണി. ആ ഉണ്ണി പ്രസവിച്ചപ്പോൾ തന്നെ ആ ഉണ്ണിയിൽ എന്തൊക്കെയോ ദിവ്യത്വം കണ്ടു. നിർമ്മലനായിരുന്നു. അപ്പോൾ ആ ദിവ്യത്വത്തിൽ നിർമ്മലവും കൂടി കലർന്നിരുന്നു എന്ന് പറയുമ്പോൾ സുന്ദരമായ ഒരു പുഷ്പത്തിന് സുഗന്ധവും കൂടി വന്നാൽ എപ്രകാരം ഇരിക്കുമോ അത്രമാത്രം ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ബാലനെയാണ് ആ പശു പ്രസവിച്ചത്. കനകപ്രഭം, സ്വർണ്ണ നിറത്തിലുള്ള ഒരു ഉണ്ണി എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും സുന്ദരനായിട്ടുള്ള, എല്ലാ ലക്ഷണങ്ങളുമൊത്ത അംഗങ്ങളോടുകൂടി സ്വർണവർണ്ണത്തിലുള്ള നിർമ്മലനായ ദിവ്യത്വം നിറഞ്ഞ ഒരു ഉണ്ണിയെ 3 മാസങ്ങൾക്കിപ്പുറം ആ പശു പ്രസവിച്ചു. എന്തായിരുന്നു ആ സ്വാമി, ആ സന്യാസി എന്ന് പറഞ്ഞിരുന്നത്? നിനക്ക് ദിവ്യനായിട്ടുള്ള ഒരു പുത്രൻ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ദിവ്യനായിട്ടുള്ള ഒരു പുത്രൻ പിറന്നു. പക്ഷെ ആ പിറന്നത് പശുവിനായിരുന്നു എന്ന് മാത്രം. സന്യാസിയുടെ വാക്കുകൾ തെറ്റിയില്ല. സജ്ജനങ്ങളുടെ വാക്കുകൾ പാഴായി പോവില്ല. അത് സത്യമായി തന്നെ ഭവിക്കുമെന്ന് ഈ ഒരു ശ്ലോകം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ആ ശ്ലോകം നമുക്കൊന്നുകൂടി നോക്കാം. ത്രിമാസേ നിർഗതേ ചാഥ സാധേനു സുഷുവേർഭകം സർവാംഗസുന്ദരം ദിവ്യം നിർമ്മലം കനകപ്രഭം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ചാഥ, ച അഥാണ്. അഥ എന്നാൽ അനന്തരം. അപ്പോൾ 3 മാസങ്ങൾക്ക് ശേഷം. അപ്പോൾ അവിടെ അത് ശ്രദ്ധിക്കുക. പിന്നെ ധേനു, ഇവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. സുഷുവേർഭകം, സുഷുവേ അർഭകമാണ് വിശ്ലേഷണം. എകാരം നീട്ടി എടുക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് 63ാമത്തെ ശ്ലോകം. അപ്പോൾ ഇതൊന്നും അറിയാതെ, ഈ കഥയുടെ പിന്നാമ്പുറത്ത് ഇതൊന്നും അറിയാതെ ഇരുന്നിരുന്ന ആ ബ്രാഹ്മണൻ ആത്മദേവൻ ഇനി എന്താണ് ചെയ്തത് എന്നാണ് പറയുന്നത്. ദൃഷ്ട്വാ പ്രസന്നോ വിപ്രസ്തു സംസ്കാരാൻ സ്വയമാദധേ മത്വ ആശ്ചര്യം ജനാ സർവേ ദിദൃക്ഷാർത്ഥം സമാഗതാഃ. ദൃഷ്ട്വാ പ്രസന്നോ വിപ്രസ്തു, ദൃഷ്ട്വാ കണ്ടിട്ട്, പ്രസന്നോ വളരെ സന്തുഷ്ടനായ, ആര്? വിപ്രസ്തു, ആ വിപ്രഹ തു വിപ്രൻ, ആ ബ്രാഹ്മണൻ അത്യധികം സന്തുഷ്ടനായി. തനിക്കൊരു ഉണ്ണിയില്ലാതെ ഇരുന്നതിൻ്റെ സങ്കടം തീർത്ത് സന്യാസിയുടെ അടുത്ത് പോയപ്പോൾ ഇപ്പോൾ തനിക്ക് 2 ഉണ്ണികളാണ്. തൻ്റെ ഭാര്യ ധുന്ധുകാരി എന്ന ഉണ്ണി പിറന്ന് 3 മാസങ്ങൾക്കിപ്പുറം തൻ്റെ വീട്ടിലെ പശു പ്രസവിച്ചത് ദിവ്യനായിട്ടുള്ള, ശ്രേഷ്ഠനായിട്ടുള്ള, സുന്ദരനായിട്ടുള്ള ഒരു ഉണ്ണിയാണ്. ആ ബ്രാഹ്മണന് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം. ആ വിപ്രസ്തു, ആ ബ്രാഹ്മണനാകട്ടെ, സംസ്കാരാൻ സ്വയമാദധേ, ആ ഉണ്ണിയുടെയും ജാതകർമ്മ സംസ്കാരം സ്വയം ചെയ്തോ. തനിക്ക് അത്യധികം സന്തോഷമായി. ഇപ്പോൾ ദിവ്യനായിട്ടുള്ള ഒരു ഉണ്ണിയെ തനിക്ക് വീണ്ടും വന്നിരിക്കുന്നു. മത്വ ആശ്ചര്യം ജനാ സർവേ, മത്വ ആശ്ചര്യം, എൻ്റെ ഈ അത്യത്ഭുതകരമായിട്ടുള്ള ഈ ആശ്ചര്യം, എൻ്റെ വീട്ടിലുണ്ടായിരിക്കുന്ന ഈ ഒരു ആശ്ചര്യം, ജനാ സർവേ ദിദൃക്ഷാർത്ഥം, ആ ജനങ്ങളെല്ലാം, ആ നാട്ടിലെ ജനങ്ങളെല്ലാം ദിദൃക്ഷാർത്ഥം കാണുന്നതിനായിക്കൊണ്ട് സമാഗതാഹ, അവിടേക്ക് ആഗതമായിക്കൊണ്ടിരിക്കുന്നു. ഈ ആത്മദേവൻ്റെ ഇല്ലത്ത് നടന്ന ഈ ഒരു
അത്യാശ്ചര്യകരമായ സംഭവം. പശു പ്രസവിച്ചിരിക്കുന്നു ഒരു മനുഷ്യക്കുട്ടിയെ എന്ന് തന്നെയല്ല, മനുഷ്യക്കുട്ടിയാകട്ടെ അത്യധികം ദിവ്യനായിട്ടുള്ള ഒരു മനുഷ്യക്കുട്ടിയും. അങ്ങനെയുള്ള ആ ഉണ്ണിയെ ദർശിക്കുന്നതിനായിക്കൊണ്ട് ആ നാട്ടിലുള്ള ജനങ്ങളൊക്കെ ഇപ്പോൾ ഈ ആത്മദേവൻ്റെ ഗൃഹത്തിലേക്ക് അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ആത്മദേവനാകട്ടെ പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷവും. എന്താ, ഇപ്പോൾ തനിക്ക് കിട്ടിയ 2 ഉണ്ണികൾ, ഒന്നിനെ ആഗ്രഹിച്ചു പോയി. ആ സന്യാസിയുടെ അതിയായ കൃപ കൊണ്ട് ഒരു പഴമാണ് ഭക്ഷിക്കാൻ തന്നതെങ്കിൽ പോലും 2 ഉണ്ണിയെ കിട്ടിയിരിക്കുന്നു. ഇനി ഇതിൽ പരം തനിക്ക് എന്താണ് വേണ്ടത്? ഭഗവാൻ എത്ര കാരുണ്യവാനാണ്, ആ സന്യാസിയിലൂടെ തനിക്ക് 2 ഉണ്ണിയെ തന്നിരിക്കുന്നുവല്ലോ എന്ന് ആത്മദേവൻ സന്തോഷിച്ചു. ഈ ഒരു ആത്മദേവൻ്റെ ഗൃഹത്തിലുണ്ടായ ഈ ഒരു അത്യത്ഭുതകരമായ കാഴ്ച കാണുന്നതിന് ആ മാലോകരൊക്കെ അങ്ങനെ ആ ഗൃഹത്തിലേക്ക് ഒഴുകി വന്നുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ദൃഷ്ട്വാ പ്രസന്നോ വിപ്രസ്തു സംസ്കാരാൻ സ്വയമാദധേ മത്വാശ്ചര്യം ജനാഃ സർവേ ദിദൃക്ഷാർത്ഥം സമാഗതാഃ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സ്വയമാദധേ, സ്വയം ആദധയാണ്, സ്വയമാദധേ, അത് മായ്ക്കകാരം ശ്രദ്ധിക്കുക. പിന്നെ മത്വാശ്ചര്യം, ജനാഹ്, മത്വ ആശ്ചര്യമാണ്, ജനാഹ, അവിടെയും വിസർഗവും ദീർഘവുമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. സമാഗതാഹ, അവിടെയും ദീർഘവും വിസർഗവുമുണ്ട്, അവിടെയും പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അടുത്തത് 64-ാമത്തെ ശ്ലോകമാണ്. ഭാഗ്യോദയോധുനാ ജാത ആത്മദേവസ്യ പശ്യത ധേൻവാ ബാലഃ പ്രസൂതസ്തു ദേവരൂപീതി കൗതുകം. ഇനിയും ഈ ആളുകളൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു പ്രവാഹമായി ഇവിടേക്ക്. എന്താ, പശു പ്രസവിച്ച ഒരു മനുഷ്യക്കുഞ്ഞിനെ ഇതുവരെ ലോകത്തിൽ അന്ന് വരേക്കും ആരും കണ്ടിട്ടില്ല. അതും ഈ ബ്രാഹ്മണന് സന്തതികളില്ലാതിരുന്നിട്ടിപ്പോൾ ഇങ്ങനെ ഒരു ദിവ്യനായ പുത്രൻ കൂടി 2 ഉണ്ണികളെ ലഭിച്ചിരിക്കുന്നു. ആ മാലോകർക്കൊക്കെ ആകെ അത്ഭുതമായി. ഭാഗ്യോദയോധുന, ഭാഗ്യോദയ അധുന, അധുന എന്നാൽ ഇപ്പോൾ ഭാഗ്യം അങ്ങനെ ഉദിച്ചിരിക്കുന്നു. ജാത ആത്മദേവസ്യ പശ്യത. നോക്കൂ, ഈ ആത്മദേവൻ ഇപ്പോൾ ഭാഗ്യം അങ്ങനെ ഉദിച്ചിരിക്കുന്നു, ഭാഗ്യോദയം ഉണ്ടായിരിക്കുന്നു. കാണൂ, എല്ലാവരും കാണൂ. നോക്കൂ, ഈ ആത്മദേവന് എന്തൊരു ഭാഗ്യമാണ് ഉണ്ടായത്. ദിവ്യനായ ഒരു ഉണ്ണി പിറന്നിരിക്കുന്നു. അല്ലാതെ ഒരു ഉണ്ണി. നോക്കൂ, ധേൻവാ ബാലഃ പ്രസൂതസ്തു, ധേൻവാ, ആ പശു തന്നെ, ബാലഃ പ്രസൂതസ്തു, പ്രസവിച്ചിരിക്കുന്നത് ഒരു മനുഷ്യക്കുഞ്ഞിനെയാണ്. കാണൂ, എല്ലാവരും കാണൂ, എന്തൊരു ഭാഗ്യമാണ് ഈ ആത്മദേവൻ ഉണ്ടായിരിക്കുന്നത്. ദേവരൂപീതി കൗതുകം. എങ്ങനെയാ ഈ പശു പ്രസവിച്ച ഉണ്ണിയെന്നാണെങ്കിൽ ദേവരൂപീതി, ദേവരൂപി ഇതി, ബ്രഹ്മസ്വരൂപിയായി തന്നെ, ദിവ്യസ്വരൂപിയായി തന്നെ ഇരിക്കുന്നു ഈ ഉണ്ണി. എന്തൊരു ചൈതന്യമാണ്, എന്തൊരു തേജസ്സാണ്, എന്തൊരു ദിവ്യനായിട്ടുള്ള ഒരു ഉണ്ണിയാണ് ഈ ആത്മദേവന് കിട്ടിയിരിക്കുന്നത്. എന്തൊരു ഭാഗ്യമാണിത്. ഈ ആത്മദേവന് ഭാഗ്യം ഉദിച്ചിരിക്കുന്നു. എല്ലാവരും കാണുക. ദേവരൂപീതി കൗതുകം. അവർക്കൊക്കെ അത്യത്ഭുതമായി, എന്തൊരു കൗതുകകരമായ കാഴ്ചയാണ് ഈ കാണുന്നതെന്ന് അവരൊക്കെ പരസ്പരം പറയുവാൻ തുടങ്ങി. എല്ലാവരും കാണൂ എന്നായി എല്ലാവരും തമ്മിൽ പറയുവാൻ തുടങ്ങി. അങ്ങനെ കാണുന്നവരൊക്കെ വീണ്ടും അവരുടെയൊക്കെ വീടുകളിൽ പോയി തൊട്ടടുത്തുള്ളവരോടൊക്കെ വീണ്ടും പറയും. അവരുമൊക്കെ വരികയായി. എല്ലാവർക്കും കൗതുകകരമായ കാഴ്ചയായി മാറിയത്. ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഭാഗ്യോദയോധുനാ ജാത ആത്മദേവസ്യ പശ്യത ധേൻവാ ബാലഃ പ്രസൂതസ്തു ദേവരൂപീതി കൗതുകം. ശ്ലോകം വായിക്കുമ്പോൾ ഭാഗ്യോദയോധുന, അവിടെ ഒകാരം നീട്ടിയെടുക്കുക. പിന്നെ ധേൻവാ ബാലഃ, അവിടെ വിസർഗം പകുതി ഹകാരത്തിൽ വായിക്കുക. ഇത്രയും കാര്യങ്ങളാണ്. ദേവരൂപീതി, അവിടെ ദേവരൂപീതി കാരം നീട്ടിയെടുക്കണം, ദീർഘമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്.
ഇനി അടുത്തത് 65-ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.